പ്രമേഹ രോഗം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പിന്നെ ഭേദപ്പെടുത്താൻ പറ്റുമോ? അതോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? നമുക്ക് നോക്കാം. എന്താണ് ഡയബറ്റിസ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയും അതിലെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും അത് ശരീരത്തിലെ സെൽസിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകമാണ് ഇൻസുലിൻ. ചില ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുകയും അത് കാരണം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയപ്പെടുകയും ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടുന്നു. ഇതാണ് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ. ഈ ഷുഗർ തന്നെ രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ചെറിയ കുട്ടികളിൽ കാണുന്ന ഷുഗറാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇത് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ തീരെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ജന്മന കാണുന്ന ഒരു പ്രശ്നമാണത്. എന്നാൽ കോമൺ ആയിട്ട് കാണുന്നത് മുതിർന്ന ആളുകളിൽ കാണുന്ന അല്ലെങ്കിൽ 90% ആളുകളിൽ കാണുന്ന ഷുഗർ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇത് സാധാരണ രൂപപ്പെടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുമോ? പല ആളുകളും ചോദിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാലും അതിന് പരിപൂർണമായിട്ട് ഷുഗർ ഇല്ലാത്ത ഒരവസ്ഥ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കേണ്ടതുണ്ടോ? അതിനുത്തരവും അതൊരാളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതൊരാളുടെ ഭക്ഷണ രീതിയും അയാളുടെ ജീവിതശൈലിയിൽ അയാൾ വരുത്തുന്ന മാറ്റങ്ങളുമാണ് ഈ കാര്യത്തെ തീരുമാനിക്കുന്നത്. ഷുഗറിനെ നിയന്ത്രണ വിധേയമാക്കാൻ മരുന്ന് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. എന്നാൽ അമിത അളവിൽ ഷുഗറുള്ള ആളുകൾക്കാണെങ്കിൽ മെഡിസിൻ കൊണ്ട് ഷുഗറിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ശരിയായ രീതിയിൽ നമ്മുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ മെഡിസിൻ്റെ ഡോസ് ക്രമേണ കുറച്ച് കൊണ്ടുവരാനും നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ വരികയാണെങ്കിൽ, അതായത് HbA1c പോലുള്ള ബ്ലഡ് ടെസ്റ്റ് 6 താഴെ നിലനിന്ന് പോവുകയുമാണെങ്കിൽ മെഡിസിൻ വേണമെങ്കിൽ നമുക്ക് ഗ്രാജ്വലി ഡോസ് കുറച്ച് കൊണ്ടുവരികയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ അയാളുടെ പഴയ ജീവിത രീതി തുടരുകയും വ്യായാമം പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഷുഗർ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മെഡിസിനും ഒരേപോലെ പ്രാധാന്യമാണ് ഷുഗർ നിയന്ത്രിക്കുന്നതിൽ. ഷുഗർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. പ്രത്യേകിച്ചും മലയാളികൾ ദിവസവും 2-3 നേരം അരിയാഹാരമാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ചും വൈറ്റ് റൈസ്. 2 അതിലധികമോ നേരം ചായ ഉപയോഗിക്കുന്നവരാണ്. അതും മധുരം ചേർത്ത ചായ കുടിക്കുന്നവരാണ് അധികം പേരും. അതുപോലെ നല്ല അളവിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ബേക്കറി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയെല്ലാം ക്രമേണ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടാനും അത് ഷുഗർ ഡെവലപ്പ് ചെയ്യാനും കാരണമാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്സും ഉറക്കക്കുറവും. ഈ കാലത്ത് പൊതുവെ കണ്ടുവരുന്ന ഒന്ന് രാത്രി ഒരുപാട് വൈകി ഉറങ്ങുന്ന ശീലം. സ്ട്രെസ്സും ഉറക്കക്കുറവും ബ്ലഡിലുള്ള കോർട്ടിസോളിൻ്റെ ലെവൽ കൂട്ടുകയും ഇത് ഷുഗർ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഇനി ഷുഗറുള്ള ഒരാൾ അത് നിയന്ത്രിക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസിന് കാരണമാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കിഡ്നി ഡിസീസ്. അയാളുടെ വൃക്കകൾ തകരാറിലാവാൻ കാരണമാവും. അതുപോലെ അമിതമായ ഷുഗർ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കും. മറ്റൊരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. കണ്ണിലെ ഞരമ്പുകളെ ബാധിക്കുകയും കാഴ്ചക്ക് പ്രയാസങ്ങൾ വരാൻ കാരണമാവും. മറ്റൊരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് ഹൃദ്രോഗ സാധ്യത കൂട്ടും. കാർഡിയാക് ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റിക് പേഷ്യൻസിൽ. അതുകൊണ്ട് തന്നെ ഷുഗർ നിയന്ത്രണമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരിയാഹാരം മാക്സിമം ലിമിറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു നേരമാക്കി കുറക്കാൻ ശ്രദ്ധിക്കുക. ദിവസവും 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചായ, മധുരപലഹാരങ്ങൾ, ബേക്കറി മുതലായവ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ ഒഴിവാക്കുക. സ്ട്രെസ്സ് കുറക്കാൻ ശ്രദ്ധിക്കുക.
അതുപോലെ 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഭാരക്കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ ശ്രദ്ധിക്കുക. അമിതവണ്ണമുള്ള ആളുകൾക്കാണ് ഷുഗർ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷുഗറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഷുഗറിനെ നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ അത് എത്ര ഡോസ് ആണെങ്കിലും കാലക്രമേണ നമുക്കതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഷുഗർ നമ്മൾ നിയന്ത്രണ വിധേയമാണോ അല്ലയോ എന്നറിയാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റ് ഫാസ്റ്റിംഗ് ഷുഗറോ അതല്ലെങ്കിൽ റൂട്ടീൻ ബ്ലഡ് ഷുഗറോ അല്ല. ഭക്ഷണം കഴിക്കുകയോ കഴിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിനേക്കാൾ നമ്മുടെ ഷുഗറിൻ്റെ നിയന്ത്രണം മനസ്സിലാക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ടെസ്റ്റ് HbA1c എന്ന ബ്ലഡ് ടെസ്റ്റാണ്. കഴിഞ്ഞ 3 മാസത്തെ ഷുഗറിൻ്റെ അളവ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ ടെസ്റ്റ്. ഇതിൽ 5.7ൻ്റെ മുകളിലാണെങ്കിൽ അയാൾ ഷുഗറിന് സാധ്യതയുള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയും. എന്നാൽ 6.5 6.5ൻ്റെ മുകളിലാണ് HbA1c എങ്കിൽ അയാൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അത് 7 8 ആയി കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ അയാൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില ആളുകളിൽ 6.5ന് താഴെ 6.5ന് താഴെയാണ് HbA1c കാണുക. എന്നാൽ 5.7ൻ്റെ മുകളിലുമാണെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയാം. അയാൾ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അയാൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും വ്യായാമം പോലുള്ള കാര്യങ്ങളും മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അയാൾക്ക് അത് 5.7ൻ്റെ അല്ലെങ്കിൽ 5.5ന് താഴത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അസസ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് HbA1c എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ 3 മാസം കൂടുമ്പോഴും കറക്റ്റായിട്ട് ആ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിലെ ഷുഗറിൻ്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. അമിതമായ രീതിയിൽ HbA1c കൂടിക്കാണുകയാണെങ്കിൽ 6.5 7ൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അയാൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിന് കൂടെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ കൂടെ തന്നെ ഷുഗർ നിയന്ത്രണത്തിന് ആവശ്യമായ കാര്യങ്ങളും വ്യായാമവും പ്രോപ്പറായിട്ടുള്ള ഉറക്കവും എല്ലാം ചേരുകയാണെങ്കിൽ HbA1c നമുക്ക് കുറച്ച് കൊണ്ടുവരാനും അയാളുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുവഴി സാധിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷുഗറുള്ളൊരു രോഗി കാലാകാലം മെഡിസിൻ കഴിച്ച് മാത്രം അല്ല ഷുഗറിനെ നിയന്ത്രിക്കേണ്ടത്. മെഡിസിൻ അപ്പുറം അയാളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അയാളുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതികളും വ്യായാമവും എല്ലാം ചേരുകയാണെങ്കിൽ അയാൾ കഴിക്കുന്ന മെഡിസിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മെഡിസിൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം അയാൾക്ക് അയാളുടെ ഷുഗറിനെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഷുഗറുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക.